നിങ്ങൾ QPython ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നിങ്ങളുടെ ഫോണിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു സ്ക്രീനായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് വേണ്ടത് എഡിറ്റർ എന്നൊരു സംഭവമാണ്. അപ്പോൾ എഡിറ്റർ തുറന്നിട്ട് അതിനകത്ത് നമ്മളുടെ ആദ്യത്തെ പ്രോഗ്രാം എഴുതാം. അപ്പോൾ നിങ്ങൾ പൈത്തൺ ഓൾറെഡി പഠിച്ചിട്ടില്ല എന്നെനിക്കറിയാം, അത് പതുക്കെ 6th സെമ്മിലേ പഠിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാബിൽ ചെയ്യാനുള്ള പ്രോഗ്രാംസ് അതിന് ഒരുപാട് പൈത്തൺ അറിയേണ്ട കാര്യമില്ല. അതിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാബിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ പൈത്തൺ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൈത്തൺ പ്രോഗ്രാം കൊടുക്കുമ്പോഴേക്കും എന്നാൽ പരീക്ഷയുടെ സമയത്ത് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണുന്നത്. അതിൻ്റെ കാര്യം ആ പ്രോഗ്രാം കാണാപ്പാഠം പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കാണാപ്പാഠം പഠിച്ചിട്ട് വരുമ്പോഴേക്കും അതിനകത്ത് ഒരു വരിയൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ലോജിക്ക് ഇല്ല. അപ്പം നിങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കരുത്. ഈ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു പൈത്തൺ ചെയ്യേണ്ടത് എന്ന് അത് നിങ്ങൾക്ക് ലാബിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മാത്രം, അതാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പൈത്തണിൻ്റെ അത് തുറന്നു, അത് ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പൈത്തണിൻ്റെ ആപ്പ് തുറക്കുമ്പോൾ വരിക, അവിടെ നിന്ന് എഡിറ്ററാണ് എടുക്കണേ. എഡിറ്റർ എടുത്തിട്ട് നമുക്കൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ചെയ്താണ് പഠിക്കാൻ പോണേ. ഞാൻ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രോഗ്രാമിങ് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ആദ്യമേ എഴുതി നോക്കുന്ന പ്രോഗ്രാമാണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, സ്ക്രീനിൽ ഹലോ വേൾഡ് എന്നൊന്ന് എഴുതി കാണിക്കണം. അപ്പോൾ പൈത്തണിൽ അത് ചെയ്യാൻ വളരെ വളരെ സിമ്പിളാണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. പ്രിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കമാൻഡാണ്. കമാൻഡ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പൈത്തണിനെ കുറിച്ചുള്ള തിയറിയിൽ പിന്നെ പഠിച്ചോളും. തൽക്കാലം ഒന്നും ആവശ്യമില്ല. തൽക്കാലം പ്രിൻ്റ് എന്നൊരു വാക്ക് എഴുതണം. അതേപോലെ ബ്രാക്കറ്റ് തുറന്നിട്ട് അതിൽ ഒരു അപ്പോസ്ട്രോഫിയുടെ അടുത്തുള്ള കൊട്ടേഷൻ മാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ മാർക്കിടുക. ഹലോ കോമയിടുക, വേൾഡ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടു, പിന്നെ അപ്പോസ്ട്രോഫി ഇട്ടിട്ടുണ്ട്, പിന്നെ തുറന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ വരി അതേപോലെ നിങ്ങൾ നോക്കി എഴുതുക നിങ്ങളുടെ ആപ്പിനകത്ത്. എന്നിട്ട് ഇത് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ കാണുന്നില്ലേ, അതിനകത്ത് ഒരു ഫ്ലോപ്പി ഡിസ്ക് പോലെ കാണുന്ന സാധനമാണ് നമ്മളുടെ സേവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനകത്തോട്ട് സേവ് ചെയ്തു. എവിടെ സേവ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ഫോണിനകത്ത് ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ തൽക്കാലം പ്രോജക്റ്റിനകത്ത് കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാൻ പോവാണ്. hello.py പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഹലോ എന്നാണ് കൊടുത്തേക്കണേ. .py എന്നാണ് പൈത്തൺ പ്രോഗ്രാം എല്ലാം എൻഡ് ചെയ്യേണ്ടത്. അപ്പം പേരെന്തിട്ടാലും ഇപ്പം വേണമെങ്കിൽ നിങ്ങളുടെ പേരിടാം. അത് കഴിഞ്ഞിട്ട് .py എന്ന് വേണം എഴുതാനായിട്ട്. അപ്പം അങ്ങനെ സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും നമ്മളുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്ന കണ്ടോ. അതായത് പൈത്തൺ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ സിൻടാക്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യും. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചില ആൾക്കാരുടെ ഫോണിനകത്ത് ഈ ഹൈലൈറ്റിങ് വന്നില്ല എന്ന് വരും, അതേപോലെ വേറെ കളറിൽ വന്നു എന്ന് വരും. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ് അനുസരിച്ചിട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് സെറ്റിംഗ് ഒന്നും മാറ്റിയിട്ടില്ല, അതാണ് ഡിഫോൾട്ട്. ഇനിയിപ്പോൾ റണ്ണ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലത്തെ ഒരു സാധനമില്ലേ, അതാണ് റണ്ണ് ചെയ്യുക. റണ്ണ് ചെയ്യുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി വരുന്നുണ്ട്. ആദ്യം എഴുതി വരുന്ന കാര്യങ്ങൾ നമ്മളുടെ ഈ ഫോണിനകത്ത് എവിടെയാണ് ഇത് റൺ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് ഈ വരിയിൽ ഹലോ വേൾഡ് നമ്മൾ അവിടെ നേരത്തെ എഴുതി കൊടുത്ത കാര്യം തന്നെ അത് പ്രിൻ്റ് ചെയ്ത് വന്നു.
അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രസ് എൻ്റർ ടു എക്സിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസോൾ എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഹലോ വേൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ വേറൊരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മാറുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. ഹലോ ക്ലാസ് എന്നാക്കിയിട്ടുണ്ട്. വീണ്ടും അതിനെ സേവ് ചെയ്യാണ്. ഫയൽ സേവ് ചെയ്തു. ഇത്തവണ പേരൊന്നും ചോദിക്കില്ല, കാരണം നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഫയലാണ്. അപ്പം ആ ഫയൽ തന്നെ റീറൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. റണ്ണ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫോണിനനുസരിച്ചിട്ട് ഹലോ ക്ലാസ് എന്ന് മാറിയിട്ടുണ്ട് ഇല്ലേ? അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും ഒന്ന് റണ്ണ് ചെയ്ത് പഠിക്കുക. ഈ കൊട്ടേഷനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക. എററില്ലാതെ റണ്ണ് ആവുന്നുണ്ടോ എന്ന് പറയുക. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും എന്നോട് പറയുക. ഇത് പഠിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ആഴ്ച നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം ചെയ്ത് നോക്കാം.